തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്ക്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാനുള്ള സമയമായെന്ന പ്രഖ്യാപനവുമായി അണ്ണാ DMK മുൻ ജനറൽ സെക്രട്ടറി VK ശശികല. ഒരു കാലത്ത് ജയലളിതയുടെ നിഴലായി നിന്ന് തമിഴ്നാടിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ശക്തിയായിരുന്നു VK ശശികല. പക്ഷേ സൂപ്പർ പവർ ജയലളിതയുടെ ഭരണത്തോടെ ശശികലയെ നിരന്തരമായി നിർഭാഗ്യങ്ങൾ പിന്തുടരുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട ശശികല 2021 ജയിൽ വിമോചിതയായത്. പക്ഷേ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന അവരുടെ പ്രഖ്യാപനം തമിഴകത്തെ ഞെട്ടിച്ചു. ഇപ്പോഴിതാ വീണ്ടും ശശികല രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പാർട്ടി പരാജയം ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിലാണ് തിരിച്ചുവരാൻ ഒരുങ്ങുന്നതെന്ന് ശശികല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അമ്മ ഭരണം തിരിച്ചെത്തുമെന്നും ശശികല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എടപ്പാടി K പളനിസ്വാമിയെയും ശശികല രൂക്ഷമായി വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെ താൻ നേരിടുമെന്നും അവർ പറഞ്ഞു. തമിഴ്നാട്ടിലെ ജനങ്ങൾ എനിക്കൊപ്പമുണ്ടെന്നതിൽ എനിക്കുറപ്പുണ്ട്. ഞാൻ ശക്തമാണ്. അണ്ണാ DMK പൂർണ്ണമായും തകർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെല്ലാണ് തിരിച്ചു വരുന്നതെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ